ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് പൈപ്പിംഗ് ബാഗ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് ഒരു റെസിപ്പി എന്ന് പറയില്ല, ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നിക്ക്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു കവറാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കത്രികയും പിന്നെ ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് ഒരു ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള കവർ പോലെ തന്നെയുള്ള കവർ എടുക്കണമെന്നൊന്നുമില്ല. ഒരു പാലിൻ്റെ ഒരു 1 ലിറ്റർ പാലിൻ്റെ കവറോ അതല്ലെങ്കിൽ ഒരു കുറച്ച് കട്ടിയിൽ വരുന്ന എന്തെങ്കിലും ഒരു കവർ എടുത്താൽ മതി. ഇനി നമുക്ക് ആ കവറിനെ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് പോലെ ഒന്ന് കോണായിട്ട് മടക്കിയെടുക്കണം. ഏതെങ്കിലും ഒരു വശം, ഞാനിപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് തുറക്കാവുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് കോണായിട്ട് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോണായിട്ട് മടക്കിയ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മെഴുകുതിരി ഒന്ന് കത്തിക്കാം. ഇനി മെഴുകുതിരിയുടെ വെട്ടത്തിൽ കാണിച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് കേക്കിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് തുറന്നു പോകാൻ പാടില്ല. അപ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ മെഴുകുതിരിയുടെ നാളത്തിൽ കാണിച്ച് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അധികം ഉരുകിയിട്ട് ഇത് ഹോൾസൊന്നും വരാത്ത അവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് ഒരു പ്രയാസം ഉണ്ടാവും. ഒന്നുകൂടെ ഒരു തവണ കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ ശരിയായി വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം പൈപ്പിംഗ് ബാഗ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള മറ്റേ ഭാഗം കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കത്രിക തന്നെ വേണമെന്നില്ല, ഒരു കത്തിയോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് തന്നുള്ള. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഒരു കോണായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു പൈപ്പിംഗ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിൻ്റെ എൻഡിൽ കുറച്ച് എക്സസ് ഉണ്ട്, അതുകൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഫില്ലിങ് നിറച്ചൊന്ന് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ എൻഡൊന്ന് കട്ട് ചെയ്യണം. അത് ഞാൻ ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ചതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിതിൽ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. ഞാനൊന്ന് നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് ഇതിനകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ എൻഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ളതാണോ വേണ്ടത് അത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ടിപ്പ് ഇല്ലാത്തവർക്കാണ്. പൈപ്പിംഗ് ടിപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിംഗ് ടിപ്പിനനുസരിച്ച് പിന്നെ എൻഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കേക്കിൽ ഒരു അത്യാവശ്യം ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവനവൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് കേക്കിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അവനവനക്ക് എങ്ങനെയൊക്കെ ഐഡിയ ഉണ്ടോ അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പാക്കി എടുത്തിട്ട് അത് ഒലിച്ചു പോകുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത്രയും നല്ല ബ്രാൻഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം, എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എന്തായാലും അങ്ങനെ ഒലിച്ചു പോകാറില്ല. ഞാനിപ്പം ഗോൾഡിൻ്റെതാണ് ഉപയോഗിക്കാറ്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.